അയ്യോ സുബേട്ടാ, എന്നെ കൊണ്ട് ഇനി നടക്കാൻ പറ്റൂലട്ടാ. ഒരു ഊബർ ബുക്ക് ചെയ്യോ? മനുഷ്യന്മാരെ കാണുന്നില്ല വഴി ചോദിക്കാൻ, എന്നിട്ട് ഇനി ഊബർ. ഷോ, ഈ പട്ടിക്കാട്ടിൽ വന്ന് വീടെടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? 12,000 രൂപയ്ക്ക് കിട്ടും കൊച്ചി സിറ്റിയില്, മറൈൻ ഡ്രൈവില്. വായിങ്ങോട്ടെ. എന്നാ ഈ പെട്ടിയെങ്കിലും ഒന്ന് പിടിക്കുവോ? ആരാ പറഞ്ഞ ഇതെല്ലാം കൂടി ഇടിച്ചു കയറ്റിക്കൊണ്ട് വരാൻ? നിങ്ങൾ പറഞ്ഞ ഈ പട്ടിക്കാട്ടിലോട്ടാ വരുന്നേന്ന്. അതെ, എന്നാ നിങ്ങള് അതെ ഒന്ന് കേക്കോ? നിങ്ങളുടെ ആ ഉയർന്ന അൻപനെ ഒന്ന് വിളിച്ചിട്ട് എത്താറായോന്ന് ഒന്ന് ചോദിക്കുവോ? അത് ഞാൻ ചെയ്യും. അങ്ങനെ നടക്കുന്ന പണികൾ വല്ലതും പറ. എങ്കടാ നീ? நான் வீட்ல இருக்கேன்டா. நானும் இங்க ஒரு ചെറിയ வழிയുടെ താഴെ இருக்கு. டேய் நீ ஒன்னு பண்ணு, எனக்கு கொஞ்சம் வேலை இருக்குது, நான் அப்புறமா கூப்பிடுறேன். வெச்சிரு. എടാ വെക്കല്ലേ, ഈ പട്ടിക്കാട്ടി വന്നേച്ചോ. நாங்க എങ്ങോട്ട് പോകൂടെ? டேய் நான் உனக்கு வீடு லொகேஷன் அனுப்புறேன், அத பார்த்து நீ கரெக்ட்டா வந்துரு. சரியா? പെട്ടെന്ന് അனுப்புறேன், ഇവിടെ ഭയങ്കര വെയിൽ ഇപ്പേ. அனுப்புறேன் இப்பவே அனுப்புறேன். நம்ம வீட்டு முன்னாடி வந்தினா அங்க முட்டை இருக்கும். ஆமா, முட்டை தெரியாதா உனக்கு? கோர்ட்டியாடு. കോർട്ടിയാട്. அங்க ஏறி வா கரெக்ட்டா. എല്ലാ വീടുക്കും മുട്ട വെക്കടാ മുണ്ട. ஏய் கோர்ட்டியாடுடா, அதான் லொகேஷன். അയക്ക്. சரி வெச்சிரு. എടീ ഞാൻ പുല്ലി എത്തിയിട്ട് വരാവേ. അത് അങ്ങനെ ഒരു വള്ളി, ഇത് ഇങ്ങനൊരു വള്ളി. ആണ്ട് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. ഇനി 1.5 കിലോമീറ്ററാ? അതെ, ഈ വീടായിരിക്കോ? വേറെ എന്തോ വഴിയുള്ളേ, ഇതല്ലാതെ ഇവിടെ വീടും കാണുന്നില്ല. നീ കണ്ടിട്ട് തോന്നുന്നു അടഞ്ഞു കിടക്കുന്നുണ്ട്. ഉറപ്പുണ്ടോ? 1.5 കിലോമീറ്ററിനിടെ ആകെ ഒരു വീടേ കണ്ടിട്ടുള്ളൂ. വേറെ എന്തോ ഇനി ചെയ്യുന്നേ? കേറിയാലോ? വേറെ വഴിയില്ല, വാ. എടുക്കാൻ പറയും. അയ്യോ അമ്മേ, കേശ ഇതാന്ന് തോന്നുന്നു കേട്ടോ. കാണിച്ചേ. ആ, ഇത് രണ്ടും സെയിം ആണല്ലോ. ഇതായിരിക്കോ സുബേട്ടാ? ഇതാവാനാ വഴി. ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഇതന്നെ ആയിരിക്കും. അല്ലെങ്കിലും എന്റെ സുബേട്ടന്റെ തീരുമാനങ്ങൾ ഒന്നും തെറ്റില്ല എന്ന് എനിക്കറിയാം. ഈ എന്നെ തന്നെ നോക്കിയേ, ദ ബെസ്റ്റ് തീരുമാനം ഓഫ് യുവർ ലൈഫ് അല്ലേ? അപ്പൊ ഇതല്ല വീട് സുബേട്ടാ, കം ഓൺ. കളിക്കല്ലേ നീ ഓരോന്ന് പറഞ്ഞേ. അപ്പൊ ഐശ്വര്യായിട്ട് മുന്നിൽ അങ്ങോട്ട് നടന്നോളൂ. എന്തിനാ നീ എന്ത് നടന്നാലേ? അത് എനിക്ക് പട്ടീനെ പേടിയാ. നീ പച്ചക്കുതിരയുടെ തൊട്ട് പച്ച ഇട്ടോണ്ട് നടക്കുന്നുണ്ടായിരിക്കും. സുബേട്ടാ, വലത്തുകാല വെച്ച് കയറ്. ഞാനാണോ ഫസ്റ്റ്? ചോറുണ്ടെന്ന്. ആ, ഇതല്ലേ? ഓക്കെ, കേറട്ടെ. എന്റെ സിനിമ. സുബേട്ടാ, എന്റെ പെട്ടി. ഞാൻ എടുത്തോളാം, നീ പോ. അങ്ങനെ ഇപ്പൊ റൂമെല്ലാം കാണുന്നതിന് മുമ്പ് അങ്ങനെ ഫിക്സ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. എനിക്ക് പ്രൈവസി വേണം. എനിക്ക് പല പല കാര്യങ്ങളുണ്ട്. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് കാര്യങ്ങൾ എഴുതണം. എന്നെ പല പ്രൊഡ്യൂസേഴ്സ്, ചില ഡയറക്ടേഴ്സ്, ചിലപ്പോൾ ആക്ടേഴ്സ്, ഇവരൊക്കെ വന്ന് കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പുറത്തുള്ള ഒരു റൂം എടുത്താൽ മതി, അതായിരിക്കും നല്ലത്. എന്നാ ഞാൻ വെളി സിറ്റൗട്ടിൽ പോയി കിടക്കാം. അതായിരിക്കും നല്ലത്. ഗസ്റ്റ് വരുമ്പോ അവിടെ കാണുന്നതല്ലേ നല്ലത്. ശോഭനേ. സുബേട്ടാ, അതെ, എനിക്കതല്ല സംശയം. നമ്മള് രണ്ടുപേരും അല്ലേ ഇവിടെ താമസിക്കുന്നുള്ളൂ? പിന്നെന്തിനാ സുബേട്ട ഇത്രയും വലിയൊരു കൊട്ടാരം പോലത്തെ വീട്? എടി, നമ്മൾ പട്ടിണിയാണെങ്കിൽ ഈ പുറത്തുള്ളവർ നമ്മുടെ ദാരിദ്ര്യം അറിയാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരല്പം ഹൈ ഫണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ള അവർക്ക് മനസ്സിലാവും. ഓ, അതിനു വേണ്ടിട്ടാണല്ലേ? ഒക്കെ പഠിച്ചു വരണം കൊച്ചു കള്ളി. വൃത്തിയാക്കാൻ ഒരു സെർവന്റിനെയും കൂടി തരുമായിരിക്കും അല്ലേ? എന്നാലും ഇത്ര
വലിയൊരു വീട് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ വലിയ ആളുകളൊക്കെ വരാനുള്ളതല്ലേ. അങ്ങനെയാണ്. അതും ശരിയാണ്. എന്നാലും ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ എന്ത് പാടായിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നേ. നിനക്ക് ഇവിടെ എന്തോ പണി? ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ലോഷനൊക്കെ കുറെ വേണ്ടി വരൂലേ, അതിന്റെ തന്നെ ചെലവൊന്നും ആലോചിച്ച് നോക്കിയേ. അതൊക്കെ നമുക്ക് മേടിക്കും ഇവിടുന്ന് പലർക്കിടന്ന്. എന്നാലും വീട് സെറ്റായല്ലോ. വീട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്? കൊഴപ്പില്ല. അപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുവാന്നേലും ഒരു മനസ്സിലായോ, ഏത് ഒരു ഗമയൊക്കെ ആയില്ലേ? അതെ അതെ അതെ, അതുണ്ട്, ഗമയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഭാവി പരിപാടികള്? എഴുത്തൊക്കെ തുടങ്ങണ്ടേ? സിനിമ എഴുതുന്ന കാര്യം അത് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. ആ നടുക്ക് അവിടെ ഒരു ഇത് കണ്ടില്ലേ, മറ്റേ സൂര്യൻ വെട്ടമൊക്കെ വീഴുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഓജസ്സും തേജസ്സുമായിട്ട് നന്നായിട്ട് എഴുതാൻ പറ്റും. ആണോ? ഓ, ഈ ഭാവന ഇങ്ങനെ വളരുന്ന സ്ഥലമായിരിക്കും അല്ലേ? അവനെയാണോ മീരാജാസ്മിനാന്ന് അറിയത്തില്ല. അല്ല, പ്രിയേട്ടൻ വിളിച്ചോ? ഏത് പ്രിയ? അയ്യോ, പ്രിയദർശൻ വിളിച്ചോന്ന് പടത്തിന്റെ കാര്യത്തിന്. സാറിന്ന് ബിസിയാ, അന്തിക്കാട് സാറിന്റെ അടുത്ത് പോയിപ്പോ. ഓ, സത്യന്തിക്കാടിന്റെ അടുത്ത്. അവരൊക്കെ ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? പിന്നെ ചിലപ്പോ ലാൽ സാറും വരും. അല്ല, ദുൽഖർ സൽമാൻ ഒക്കെ വരുമോ? ഇപ്പൊ ഈ ആഴ്ച വിടില്ല, ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് വിളിച്ചോണ്ട് വരാം. ഉണ്ണിമുകുന്ദനെ എന്തായാലും കൊണ്ടുവരണം കേട്ടാ. ഉണ്ണിമുകുന്ദനെ ഒന്ന് കാണാന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷ. കണ്ടാ ചാവോ? ചെലപ്പോ. അതെ, നമുക്ക് പാല് കഴിച്ചിട്ട് അങ്ങ് തുടങ്ങിയാലോ? അങ്ങനെ നല്ല കാര്യമല്ല പറ. പക്ഷെ പാലില്ല. ഉണ്ടാകത്തില്ലല്ലോ, ഞാൻ മേടിച്ചോണ്ട് വരാം. വീട്ടിരുന്നോണേ, ആ, എങ്ങും പോരുത്, വെളിയിലോട്ട് ഇറങ്ങരുത്, തുറക്കരുത്. ഇപ്പൊ വരാം. മെയിൽ ഷോവിനിസ്റ്റ്. ഹലോ, എവിടാ നീ? നീ എവിടാ? നിങ്ങളിതെവിടാ? ഞാനേ എന്തോ ഒരു സാധനം അടിച്ച് കിടക്കുക. അടുത്തിരുന്ന് ചുറ്റുമൊന്നും കാണാൻ പറ്റണില്ല. എടാ ഗതികെട്ടവനെ, ഞാൻ ഈ പുതിയ വീട്ടിൽ വന്നിട്ടുണ്ട്, നീ ഇങ്ങോട്ടൊന്ന് വരാവോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രിപ്റ്റ് കഥയെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. അതെന്താന്നറിയോ? എനിക്കും അറിയില്ല. എടാ അതുണ്ടല്ലോ, എടി ഞങ്ങളിവിടെ എത്തി. എന്റെ മോളെ നടന്ന് ഊപ്പാടിളകി പട്ടിയൊക്കെ ഓടിച്ചു. പക്ഷേ ഉണ്ടല്ലോ, വീട് വേറെ ലെവല്, ഭയങ്കര വലുതാ, സൂപ്പർ. ഞാൻ വിചാരിച്ചു ഈ പട്ടിക്കാട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയ വീട്ടിലായിരിക്കും കൊണ്ടിടാന്ന്. പക്ഷെ വീട് സൂപ്പറാ. എടി മുറ്റത്ത് വലിയ 2 കോട്ടിയാട്, പിന്നെ അകത്തോട്ട് കയറിയ വിശാലമായ റൂം, അതിന് നടുക്കൊരു നടുമുറ്റം, അതിനകത്ത് നിറച്ച് വെള്ളം. എന്തിനാണ് സ്വിമ്മിങ് പൂള്? ഈ നടുമുറ്റത്തെ കുളത്തിൽ കുളിച്ചൂടെ? ഗതികെട്ടവൻ വെള്ളിയാഴ്ച ഇല്ലാത്തവന്റെ കൂടെ കൂടിയ പിന്നെ ഞാൻ നശിച്ചു. സൂപ്പർ കഥ കിട്ടിയിട്ടുണ്ട്. പറ. കുറെ കൂട്ടുകാർ ടൂറ് പോകും. അതിലൊരുത്തനുണ്ട് കൂട്ടുകാരൻ. അവനൊരു കുഴിയിലേക്ക് വീഴും, എന്നിട്ട് എല്ലാരും കൂടെ അവനെ രക്ഷിക്കും. അതാണ് കഥ. സൂപ്പർ പെർഫോമൻസ് ആണ്. ഒരു ലൂപ്പോളും ഇല്ലാത്ത പെർഫോമൻസാ. പിന്നെ പുള്ളി ഒരു മണ്ടനാന്ന് തോന്നുന്നു. കാണുമ്പോ വലിയ മറ്റേ കലിപ്പന്റെ കാന്താരിന്റെ മൂടൊക്കെയാ. വെറും പേടിത്തൊട്ടതാന്ന് തോന്നുന്നു. പിന്നെയുണ്ടല്ലോ, എനിക്ക് കുറച്ച് പണിയുണ്ട്, കുറെ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കണ്ട കേട്ടാ. സംശയത്തിന് ഇടം കൊടുക്കാൻ പാടില്ല. ഓക്കെ, കാണാടി. ശോഭേ, ഐശ്വര്യ, താങ്ക് യു. ഇതൊന്ന് പൊട്ടിച്ചേരോ? ഐശ്വര്യ, ഇതൊക്കെ അറിയാം. എന്താ പറഞ്ഞേ? അല്ല, ഐശ്വര്യമായിട്ട് അല്ല, ഇതൊക്കെ അറിയോന്നല്ല ചോദിച്ചേ. ഞാനേ എൻ്റെ ഹോസ്റ്റലിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് ശീലമുണ്ട് എനിക്ക്. എൻ്റെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ ഫേമസ് ആയിരുന്നു. പിന്നെ അഥവാ ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ലെങ്കിലും കൂടെ സഹിച്ചല്ലേ പറ്റുള്ളൂ. പിള്ളേരോ? അല്ല, സുബ്ബു. അപ്പോ ഐശ്വര്യമായിട്ട് സുബ്ബു തന്നെ അങ്ങോട്ട് പാല് കാച്ചിക്ക്. എന്റെ കോൺഫിഡൻസ് പോയി. അല്ല, പാല് നീ കാച്ചിക്കും? അല്ല, ഡൗട്ട് അടിച്ചാ പിന്നെ എന്റെ മൂഡ് പോവും, അതാ. എടി 4:30 നിന്റെ രാവിലെ സ്റ്റോറി എഴുതിക്കൊണ്ടിരുന്നില്ലയോ?
ആ ആ പ്രിയൻ സാറെ വിളിക്കാന്ന് പറഞ്ഞാൽ നീ എപ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ പ്രിയ സാറിനെ വിളിച്ചു തരാം. എന്നാ പൊക്കോ, അതാ നല്ലത്.